അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ഡിജിപിമാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെയും യോഗം അവസാനിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാ സമിതിയും യോഗം ചേർന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കാര്യങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് പ്രധാനമന്ത്രി വിശദീകരിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് അതീവ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 10 സംസ്ഥാനങ്ങളിലെ അതിർത്തി പങ്കിടുന്ന 10 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം ആയി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിക്കുകയായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ആ യോഗത്തിൽ ഉണ്ടായത്? ദിലിമ, ഓപ്പറേഷൻ സിന്ദൂറിന് പുറമെ രാജ്യതലസ്ഥാനത്ത് നിർണായകമായ യോഗങ്ങൾ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ യോഗവും ഒപ്പം മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയും യോഗം ചേർന്നു. ഈ യോഗത്തിൽ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ, അതിർത്തിയിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രകോപനത്തിന് തിരിച്ചടി നൽകുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പുകൾ ഭാരതം ഇതിനോടകം നടത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളാണ് പ്രധാനമായും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള സുരക്ഷാകാര്യ സമിതി, പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയും ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള സുരക്ഷാകാര്യ സമിതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം അതിർത്തി സുരക്ഷിതമാണ് എന്ന വിലയിരുത്തൽ കൂടിയും ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന് തൊട്ടുപിറകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചും ഒപ്പം സൈനിക നടപടികളും രാഷ്ട്രപതിക്ക് മുൻപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനും നേപ്പാളും ഉൾപ്പെടെ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, ഡിജിപിമാർ, ചീഫ് സെക്രട്ടറിമാർ എന്നിവരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം ചേർന്നിട്ടുള്ളത്. ജമ്മു കാശ്മീർ കൂടാതെ പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് തുടങ്ങി 10 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ചീഫ് സെക്രട്ടറിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ കൂടാതെ ഡിജിപിമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശമാണ് ഈ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാനങ്ങൾക്ക് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ രാജ്യം മുന്നിൽ കാണുന്നുണ്ട്. കാരണം അത്രയ്ക്കും കനത്ത തിരിച്ചടിയാണ്, ഭീകരവാദികളുടെ നടുവൊടിക്കുന്ന തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലും പാകിസ്ഥാനിലും സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും എല്ലാം ഭീകര കേന്ദ്രങ്ങളിൽ ഭാരതം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ഏതു തരത്തിലുള്ള തിരിച്ചടി നൽകാൻ ഭീകരവാദികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിനും തിരിച്ചടിക്കുന്നതിനുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ വിശകലനമാണ് രാജ്യ തലസ്ഥാനത്ത് ചേർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഉന്നതതല യോഗങ്ങളിലെല്ലാം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് 3ാം തവണയാണ് യോഗം ചേരുന്നത്. ആദ്യ യോഗത്തിൽ തന്നെ കര, വ്യോമ, നാവിക സേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ കര, വ്യോമ, സമുദ്ര അതിർത്തികളിൽ അതിശക്തമായിട്ടുള്ള നിരീക്ഷണവും പെട്രോളിംഗും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലകളിൽ അതിശക്തമായിട്ടുള്ള നിരീക്ഷണവും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും പരിശോധനയും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പൊതു ഇടങ്ങളിലും മെട്രോ സ്റ്റേഷനുകളിലും എല്ലാം തന്നെ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുള്ളത്. ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ച് പഞ്ചാബ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിർത്തി പ്രദേശത്ത് പൂഞ്ച്, ബരാമുള സെക്ടറുകളിൽ പാകിസ്ഥാൻ ഇന്ന് പുലർച്ചെ മുതൽ തുടർച്ചയായിട്ടുള്ള പ്രകോപനം നടത്തുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട്. പൂഞ്ച് മേഖലയിൽ ചില നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കനത്ത തിരിച്ചടി ഭാരതത്തിന്റെ സൈന്യവും നടത്തിയിട്ടുണ്ട്. തിരിച്ചു നടത്തിയ വെടിവെപ്പിൽ 4-ലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നീലിമ. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.